ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഒരാളെ എക്സാമിന് പോവാണ് ഗൈസ്. SLC എക്സാമിന്റെ ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ്. ഇന്നേത് എക്സാം? എന്താ പാട്? പേടിണ്ടോ ഗൈസ്? ഓക്കെ, ടെൻഷൻ ഉണ്ടെന്നാണ് ഓള് പറയണത്. പഠിച്ചണോ? ഇമ്മയുണ്ട് ഗൈസ് നമ്മളപ്പം. നമ്മള് ഓളെ ഇവിടെ എന്താ പറയാ സ്കൂളിലാക്കിയിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഓളെന്തായാലും എക്സാം എഴുതിയിട്ട് വരട്ടെ. എക്സാം എഴുതി വന്നിട്ട് നമുക്ക് ഓളെ അതിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, എക്സ്പീരിയൻസ്. ഓക്കെ ഗൈസ്, ഓളങ്ങനെ ഞാൻ എക്സാമിനാക്കി കൊടുത്തിട്ട് ഞാൻ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നു ഗൈസ്. ഇനി ഓള് വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിട്ടു പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓൾക്ക് 12:30 12:15 അങ്ങനെ എന്താണ് എക്സാം കഴിയുക. അപ്പോൾ അതുവരെ ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെടുപ്പ്. നോക്കട്ടെ, എന്തായാലും അതിനനുസരിച്ച് ചെയ്യണം. എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കണം എന്നും ആഗ്രഹമുണ്ട്. എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും ഒരു മൈൻഡില്ല. അപ്പോൾ കുറേ ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായി, ഫുള്ള് മിനി വ്ളോഗുമ്മിലാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തി ഗൈസ്. എനിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് പണിയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടേനി. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ എനിക്ക് എന്നാൽ തീർത്തിട്ടൊന്ന് കയറ്റണം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയിലാണ്. ഞാനിതാ ഇൻഷോട്ടിൽ കയറ്റി വെച്ചിരിക്കണം. ഇവിടെ എവിടെ ഉണ്ട്, ഇതൊക്കെയാണ് തോന്നുന്നുണ്ട്. അല്ലാ, ഫയല് പോയോ? ഇതന്നെയാണ് ഗൈസ് വീഡിയോ. ഈ ഫയല് മിസ്സായിക്കണം. അതിൽ ഏതോ ഒരു ഫയല് മിസ്സായിക്കണമെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിലിങ്ങനെ നീക്കി ഏതോ ഫസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ ഫയല് മിസ്സായ മാതിരിയൊക്കെ ഉണ്ട്. ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ സാധനം ഇപ്പോഴും നൈസാണ്. ഈ ഫോൺ ഇവിടെ ചെറിയൊരു പൊട്ടൽ വന്നിരിക്കണം. അതിൻ്റെ കൈമന്ന് വീണു പോയതാണ്. ഈ പൊട്ടിയ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം വീഡിയോ എടുത്തിന്. ഇപ്പോഴാണ് ഫോണൊന്ന് ചേഞ്ച് ആക്കിയത്. ഇല്ല തോന്നുന്നുണ്ട്, പോയി. ഇതാ ഇവിടെ നിന്നുള്ള ഫയല് മിസ്സായിക്കണ്. നമുക്ക് ബാക്ക് അടിച്ചിട്ട് നോക്കാം. ട്രാഷിൽ നോക്കി നോക്കാം എന്താ പാടെന്ന് അറിയില്ല. മൂഞ്ചി വട്ടത്തിലും ത്രികോണത്തിലും മൂഞ്ചി. ട്രാഷിലാകെ ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇപ്പം ഞാൻ എന്ത് ചെയ്യും? നൈസ് വീഡിയോ ആയിരുന്നു. രാത്രി ചായ കുടിക്കാൻ പോയിട്ട് മറ്റേ പ്ലെയിൻ ഇങ്ങനെ ഇറങ്ങണ വീഡിയോ ഒക്കെ ഉണ്ട്. അതിനൊക്കെ പോയി ഇല്ല, ബിലാലിനെ വിളിച്ചോ. ചിലപ്പോൾ ബിലാലിൻ്റെ ഫോണിൽ ഉണ്ടാവും. അത് ഞാൻ ബിലാലിൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്ത്. ചേട്ടാ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിളിച്ചു നോക്കിയിട്ട് നോക്കട്ടെ. വെയിറ്റ്. ഫൈനലി നമുക്ക് ആ മിസ്സായ ഫയൽ തിരിച്ച് കിട്ടിയിട്ടാണ്. ഞാനത് തിരിച്ച് കിട്ടി എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ്. ഞാൻ പിന്നെ ഇപ്പം എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇവനെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവനെ കൂട്ടിയിട്ട് വരാം. ഇവനെ കൂട്ടിയിട്ട് വേണമെങ്കിൽ റിസൾട്ട് അറിയാം. എനിക്ക് അറിയാനായിട്ടൊരു സാധനം ഇല്ല. ഞാൻ ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ചേരം അവിടെ കിടന്ന് ഉറങ്ങി. കാരണം നോമ്പൊക്കെയല്ലേ, അതിൻ്റെ ഒരു സീനുണ്ട്. ഉറങ്ങി നീച്ച് ഇപ്പോൾ ഫുള്ള് സെറ്റായി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് അവളെ കൂട്ടിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഫൈനലി ഹിബനെയും ഉമ്മനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഹിബ അങ്ങോട്ട് നോക്കിയാ, എക്സാം എങ്ങനെ ഉണ്ട്? ഇനി ഇംഗ്ലീഷ് എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നാണ് അവള് പറയുന്നത്. എന്നെ എത്ര മാർക്ക് എഴുതിണ്ടാവും? പാസ്സാവോ? എ പ്ലസ് ഉണ്ടാവില്ല. പാസ്സാവുന്നാണ് പറയണേ. ഉള്ള പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വണ്ടിൻ്റെ ബാർ ഹാൻഡിൽ ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട്. നമ്മൾ വണ്ടി പെട്ടെന്ന് ബ്രേക്കൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കും. ഇതിങ്ങനെ പിടിച്ചിട്ട് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ പിന്നെ അങ്ങനെ തള്ളി അങ്ങോട്ട് നീക്കണം. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ മറ്റേ എല്ലെങ്കിൽ ഇട്ട് തിരിക്കണം എന്ന് നോക്കിയതിന്, പക്ഷേ എല്ലെങ്കിൽ കാണുന്നില്ല. അമ്മ, കോഴിക്കുട്ടികൾ ഇവിടെ എത്തിമാ. ഗൈസ്, ഇവിടെ കോഴിക്കുട്ടികൾ ഇങ്ങോട്ടുണ്ട്. കോഴിക്കുട്ടികൾ അങ്ങോട്ട് വിടയില്ല. അതിനുണ്ടോ പിന്നെ എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കളൊക്കെ അത്യാവശ്യമുള്ള ഏരിയയാണ്. പിന്നെ വെറുതെ ചിങ്ങളെ കൊലക്കോടൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ബിലാലിൻ്റെ ഇടയിൽ ഇങ്ങനെ വൈഫൈ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. ബിലാലിൻ്റെ ഇടയിൽ കാശ്മീരിൻ്റെ ഇടയിൽ ആരെയും കടയിൽ പോയാൽ മതി, സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ പോയി അപ്ലോഡ് ചെയ്തിട്ട് വരണം. പിന്നെ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കഴിഞ്ഞിട്ട് നേരെ ജ്യൂസ് അടിക്കൽ പിന്നെ എൻ്റെ പണിയായതുകൊണ്ട് അത് നമ്മൾ ഏറ്റെടുത്ത് തന്നെയാണ്. അപ്പം അപ്ലോഡ് ചെയ്യുക, ജ്യൂസിനുള്ള സാധനം വാങ്ങി വരാം, ജ്യൂസ് അടിക്കുക, നോമ്പ് ഇറക്കുക, കിടന്നുറങ്ങുക.
ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ബ്രെഡ് പൊരിച്ചത് ആൻഡ് ഇത് തരിയാണ്. തരി നല്ല ലൂസായി പിന്നെ തരി ഫുള്ളായില്ല. പിന്നെ ഇവിടെ ചിക്കൻ കയറി ചിക്കൻ ചായ നല്ല ചൂടുണ്ട്. പിന്നെന്താ ഇവിടെ ഇത് ചോറിനുള്ള വെള്ളമാ, ചോറിനുള്ള വെള്ളമായിക്കൊണ്ടിരിക്കുന്നു. ബ്രെഡ് പൊരിക്കാനുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻ്റെ പരിപാടി ഇവിടെ നടക്കട്ടെ, നമുക്ക് നമ്മളെ പണി എടുത്ത് തീർക്കാം. ഗൈസ് അങ്ങനെ ഞാൻ ഫൈനലി ബിലാലിൻ്റെ കടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബിലാലിൻ്റെ കടയിൽ ഓൻ്റെ മറ്റേ കാക്കണ്ടോ എന്ന് എനിക്കറിയില്ല, പോയി നോക്കട്ടെ എന്താ പാട്. ഗൈസ് സഫാരി ടി വിയാണ് കടയിൽ. ഞാൻ ഈ സഫാരി ടി വി കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. വ്ളോഗ് തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. തമ്മിൽ ഉണ്ടാക്കാൻ മറന്നില്ല. അപ്പം തമ്മിൽ തപ്പി എടുക്കണം. ഇതിലിപ്പം സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് പറ്റിയ സാധനം കിട്ടണം. സെറ്റാക്കിയിട്ട് വരാം. ഗൈസ് ബിലാലിൻ്റെ കടയൊക്കെ വന്നപ്പോൾ ഒരു കുട്ടനെ ഉണ്ടാ. എൻ്റെ പേരെന്താ? പേരെന്താ? പേര് പറയണോ? ജാസിറോ? അതാണ് ഗൈസ് പേര്. ഗൈസ് ബിലാൽ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളൂ. നോമ്പറക്കാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. എൻ്റെ വീഡിയോ ഗൈസ് അങ്ങനെ എൻ്റെ വീഡിയോ അപ്ലോഡ് ആയി ഗൈസ്. ഇനി വീട്ടിൽ പോകാം. അങ്ങനെ ഞാൻ വന്ന പരിപാടി ഫുള്ള് കഴിഞ്ഞ് ഗൈസ്, അപ്ലോഡ് ആയി കഴിഞ്ഞു. എനിക്ക് നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് ജ്യൂസിനുള്ള സാധനം വാങ്ങാൻ വീട്ടിൽ പോകാം. അതാണ് പരിപാടി. ജസ്റ്റ് ഒരു 50 ബക്സിന് എണ്ണ അടിക്കാം. എണ്ണ ഇതാർക്കോ വേണ്ടി അടിച്ചു വെച്ചാൽ 100 പക്ഷേ ഇൻ്റെലേക്ക് ഒരു 50 അടിക്കാം. ഗൈസ് വണ്ടിയിൽ എയർ കുറവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് എയർ സെറ്റാക്കാൻ വിചാരിച്ച് ബാക്ക് ടയറിലൊരു 40 എടുക്കട്ടെ അല്ലേ, 38 കൊടുക്കാം. ശരിക്കും 36 മതിയെന്നാണ്. പക്ഷേ എൻ്റെ 36 അടിച്ചിട്ട് ഫുള്ളാവണില്ല. പെട്ടെന്ന് എയർ കുറയാം. ഇനി സൂചി പഞ്ചർ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്നും ആവണില്ലല്ലോ. കയറണില്ലേ? 33 4 ശരി സെറ്റ്. കൈ പണിയായി ഗൈസ്. കൈമലെന്തോ കുത്തി ഇവിടെ. പക്ഷേ സീനില്ല. കാറ്റടി പരിപാടി കഴിഞ്ഞു, എണ്ണടിക്കലും കഴിഞ്ഞു. ഇനി നേരെ പോവാം. എനിക്കുള്ള കക്കിരിയാണോ തൂക്കുന്നത് ഗൈസ്. 1 kg മേലായി. പിന്നെ ഇതാ ഓൻ പഴം എടുക്കുന്നുണ്ട്, അതും കൂടി സെറ്റായാൽ പോവാം ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. എനിക്ക് ജ്യൂസ് അടിക്കുന്ന ഒരു കർത്തവ്യം കൂടി ഉണ്ട്. അപ്പോൾ അതിന് വാങ്ങി കൊടുക്കാനാവും. ബാക്കിയൊക്കെ സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മളായതും കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഈ 4 വെട്ടി നുറുക്കി കുപ്പിയിലാക്കണം. അതാണ് എൻ്റെ പരിപാടി. കുപ്പിയിലല്ല ജാറിലാക്കിയിട്ട് അടിക്കണം. ഓക്കെ സെറ്റാക്കിയിട്ട് വരാം. അങ്ങനെ ഫൈനലി എൻ്റെ ജ്യൂസ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നോമ്പോക്കാത്ത ഒരാളെ രസം ചെയ്തൂടെ. ഞാൻ രാവിലെ ഇവനാക്കി കൊടുക്കാൻ പോകുമ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഒളിച്ചിരുന്ന് കോയിമുട്ട തന്നിന്. ഞാൻ പിന്നെ ജ്യൂസ് അടിച്ചുകൊണ്ട് പ്രത്യേകതരം കയ്യിലുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. മധുരം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേ. പക്ഷേ എന്താ പറയുക, കയ്യിലുള്ളിൽ പോയി. കുടിച്ചൂടെ? മധുരം ഉണ്ടോ? സെറ്റാ? ഓക്കെ മധുരം സെറ്റാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ബാങ്ക് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ജ്യൂസിന് കക്കരി, തരി, ബ്രെഡ് പൊരിച്ചത്, ചായ, വത്തക്ക, ജ്യൂസ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്.